കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾ അവിടുത്തേതാണ്. അവിടുത്തെ വചനവും അവിടുത്തേതാണ്. ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ഇന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയാൽ ഈ വചനത്തെ തുറക്കുമ്പോൾ വേണ്ടുന്ന വാക്കുകൾ ഉയരത്തിൽ നിന്ന് തരണം. ഉള്ളത് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നന്നായി പെരുക്കുവാൻ കഴിവുള്ള പിതാവേ, വാഴ്ത്തി നുറുക്കി വേണ്ടുന്ന വിധത്തിൽ ഏതൊക്കെ മേഖലകളിൽ സൗഖ്യം വേണമോ അവിടോട്ടെല്ലാം ഇന്ന് രാത്രിയിൽ അവിടുത്തെ വചനം അയച്ച് വിടുവിക്കണം. ഞങ്ങളുടെ ഉള്ളിലെ ഞരക്കം സ്വർഗം കാണുന്നതോർത്ത് സ്തോത്രം. അത്ഭുത വഴികൾ ഇന്ന് രാത്രിയിൽ തുറക്കപ്പെടട്ടെ. കാണാത്ത ചില കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണം. പുതുവഴികൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കട്ടെ. ഞങ്ങളുടെ ചില കെട്ടുകൾ ഇന്ന് രാത്രിയിൽ അഴിയട്ടെ. സൗഖ്യത്തിൻ്റെ ഒരു വലിയ കലവറ ഇന്ന് രാത്രിയിൽ തുറക്കപ്പെടുന്നതിനായി നന്ദി പറയുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെയധികം സന്തോഷത്തോടെ സ്നേഹവും ബഹുമാനവുമുള്ള സാബു കോശി ചെറിയാൻ തിരുമേനി, തോമസ് കെ ഉമ്മൻ തിരുമേനി, എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച ബിജു വർക്കി ജോർജ് അച്ഛൻ, പി കെ കുരുവിളാച്ചൻ, ഡി സക്രിയ സാറ്, മറ്റെല്ലാ ശ്രേഷ്ഠരായ വൈദിക ശ്രേഷ്ഠന്മാർ, സഭാ ശുശ്രൂഷകർ, മിഷണറിമാർ, സിസ്റ്റേഴ്സ്, ഈ വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ ആദ്യമേ തന്നെ അറിയിക്കട്ടെ. വളരെയധികം സന്തോഷവും വളരെയധികം സ്തോത്രവും കർത്താവിന് കരയേറ്റുന്നു. കാരണം എൻ്റെ മുൻ ഇടവക വികാരിയായിരുന്ന സാബു അച്ഛൻ ഇന്നൊരു ബിഷപ്പ് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ എനിക്കും ശുശ്രൂഷിക്കുവാൻ ദൈവം കൃപ തന്നു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും വരുന്ന കാലങ്ങളിൽ ദൈവം ഏൽപ്പിക്കുന്നത് നിറപടിയായി ചെയ്യുവാൻ അങ്ങേ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത് എൻ്റെ കുടുംബമാണ്. ഞാൻ തോലശ്ശേരി CSI സഭാംഗമാണ്. അതുകൊണ്ട് CSI എന്ന് പറയുന്നത് എൻ്റെ കുടുംബമാണ്. അതുകൊണ്ട് ഈ CSI കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുക. കഴിഞ്ഞ രാത്രിയിൽ അനുഗ്രഹീതമായ ദൈവവചനം കേൾക്കാനിടയായി എന്നുള്ളതിന് സന്തോഷം. കൂടുതലായി മറ്റൊന്നിലേക്കും പോകാതെ ഈ വർഷത്തെ ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ, ഹീലിംഗ് എന്നുള്ള ചിന്താവിഷയത്തോടുള്ള ബന്ധത്തിൽ എടുത്തിരിക്കുന്ന കുറിവാക്യത്തോടുള്ള അങ്ങേയറ്റത്തെ ഭയവും ഭക്തിയോടും കൂടെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ വേഗത്തിൽ പറഞ്ഞ് തിരുവഴുത്തുകളെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെ കഴിഞ്ഞ രാത്രികളിൽ കണ്ണുനീര്. കാരണം ഇതൊരു പ്രവാചകന്റെ ശബ്ദമാണ്. ഈ പ്രവാചക ശബ്ദത്തിനൊരു പ്രത്യേകതയുണ്ട്. വൺസ് ഈ പ്രവാചകൻ യെരമ്യാവ്
He was a warning prophet, but he turned to be a weeping prophet. ഈ ഭക്തനായ മനുഷ്യന്റെ കണ്ണുനീരിന്റെ കലവറ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും വിളിച്ച ആ നിമിഷം മുതൽ തമ്പുരാനോട് അപേക്ഷിച്ചു, എനിക്കെന്തെങ്കിലും പുതിയത് തന്നേ പറ്റൂ. അതിൽ നിന്ന് എനിക്കൊരുറപ്പുണ്ട്. ഇതിവിടെ ഇരുന്ന് കേൾക്കുന്നവർ, മാധ്യമത്തിലൂടെ കേൾക്കുന്നവർ, ടുനൈറ്റ് യു വിൽ ബി ഹീൽഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വെറുതെ പറയുന്നതല്ല, അതെൻ്റെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് അത്രമാത്രം ശക്തിയോടുകൂടെ പറയുന്നത്. യെരമ്യാ പ്രവാചകനെ നിങ്ങളെല്ലാം പ്രസംഗിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതലായി പറയുന്നില്ല. ഈ ഭാഗം എഴുതപ്പെട്ടിരിക്കുന്നത്, ഇത് പറയുന്നത് യഹൂദയോടും യെരുശലേമിനോടും വിളിച്ചു പറയുന്ന ഒരു പ്രവാചക ശബ്ദമാണ്. എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ആത്മീകമായി അധപ്പതിച്ചൊരു കാലഘട്ടം, തീർന്നില്ല. അനാത്മീകന്മാരുടെ ഒരു കാലഘട്ടം, അനുസരണത്തിന് പകരം മത്സരമുള്ളൊരു കാലഘട്ടം, അനുതാപത്തിന് പകരം ആത്മീക പ്രവർത്തനങ്ങൾ മാത്രമുള്ള കാലഘട്ടം, ആദർശങ്ങളില്ലാത്ത അധികാരമാറ്റങ്ങളുള്ള കാലഘട്ടം, തലം മുഴുവനും ദീനം. എന്താണ് പറയേണ്ടത്? അടിതൊട്ട് മുടി വരെ ഒരു സൗഖ്യവും ഇല്ല എന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നു. യെശയ്യാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു സത്യവും കൂടിയുണ്ട്. മുറിവ് അത് ചതഞ്ഞതാണ്, പഴുത്ത വൃണവും അവയെ ഞെക്കി പഴുപ്പിച്ചിട്ടില്ല. യെശയ്യാവ് അങ്ങനെ പറയുമ്പോൾ യെരമ്യാവിൻ്റെ കാലഘട്ടത്തിൽ വന്നപ്പോൾ, നിന്റെ പരുക്കിന് അതിനി മാറത്തില്ല, നിന്റെ മുറിവ് വിഷമുള്ളത്, ഇനി ഈ മുറിവിന് വേറൊരു മരുന്നില്ല. ഒരു ഭാഗവും കൂടെ കടന്നു പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. പുരോഹിതന്മാർ, പ്രവാചകന്മാർ ഒരുപോലെ തെറ്റിപ്പോയി. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് മുറിവുകളെ ലഘുവായി ചികിത്സിച്ചു. എന്തിനിയും കൂടുതൽ പറയണം? ലെസ് ഫ്രീക്വന്റ് കണക്ഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നിന്നുള്ള ശബ്ദം വളരെ വിരളമായി മാറിയ ഒരു കാലഘട്ടം. യെസ്, ഈ കാലഘട്ടവും അതിൽ നിന്നൊട്ടും വിദൂരമല്ല. അതുകൊണ്ട് ഇതുപോലൊരു കാലഘട്ടം ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നത് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലാണ്. 3-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതുപോലൊരു കാലഘട്ടം വചനം ദുർലഭമായിരുന്നു. പക്ഷേ തൻ്റെ ഭക്തനോട് ദൈവം വീണ്ടും വീണ്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനോട് ചേർത്ത് ഒരു ലേഖന ഭാഗവും കൂടെ വായിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ രോഗം പഴുക്കും, സംശയമില്ല. ലഘുവായി ചികിത്സിച്ചതുകൊണ്ട് ഈ ചികിത്സയ്ക്ക് ഒരു കാര്യവുമില്ല. ഇറ്റ് ഹാസ് ടു ബി ഡെൽറ്റ് ഓൺ ദ ക്രോസ്. ആമേൻ. ഇരിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇറ്റ് ഹാസ് ടു ബി ഡെൽറ്റ് ഓൺ ദ ക്രോസ്. ഇല്ലാത്തിടത്തോളം കാലം ഇതിന് മരുന്നുണ്ടാകത്തില്ല. മരുന്നിലേക്ക് വരികയാ. അതുകൊണ്ട് എന്താ സൗഖ്യമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എന്തുവാ? കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇനി ഒരു രോഗസൗഖ്യം എൻ്റെ ജീവിതത്തിൽ നടന്നാലും ഇല്ലെങ്കിലും കേട്ടവർ നമുക്ക് ഉറപ്പിച്ച് തന്നതായ ഈ തിരുവഴുത്തിന് ഇനി മാറ്റം വരത്തില്ല. അറിയണം,
ശാരീരികമായ ഹീലിങ്ങിനേക്കാൾ വേണ്ടിയത് എന്താണ്? സങ്കീർത്തനം 103 കാണാതറിയാമല്ലോ. എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. എണ്ണി 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 എടുത്തോ, നിങ്ങൾക്കുള്ള സൗഖ്യമാണത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് 5 കൂട്ടം കാര്യങ്ങൾ വേഗത്തിൽ പറയാം. 1 മണിക്കൂർ സമയം തന്നിട്ടുള്ളത് കൊണ്ട് 1 മണിക്കൂറിനകത്ത് നിന്ന് ഈ 5 കൂട്ടം കാര്യങ്ങൾ, സൗഖ്യത്തിലേക്ക് നീങ്ങുന്ന, സൗഖ്യത്തിന്റെ പുറകിൽ കിടക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ യെരമ്യാവ് 33 അടുക്കി എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ അത് വായിക്കുമ്പോൾ അത്ഭുതം തോന്നും. കരഞ്ഞതുകൊണ്ട്, ഒരുപാട് കരഞ്ഞതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുമെന്നുള്ളത് ഇങ്ങനെ ഞാൻ പറയുന്നു. ടുനൈറ്റ്, ദിസ് ഡേ വിൽ ബി എ ഹീലിംഗ് ഫോർ മെനി പീപ്പിൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? 5 കൂട്ടം കാര്യങ്ങൾ. 1, ദി അഷ്വറൻസ് ഓഫ് ഗോഡ്. 2, ദ ഇൻവിറ്റേഷൻ ഓഫ് ഗോഡ്. 3, ദ റെവലേഷൻ ഓഫ് ഗോഡ്. 4, the grace of God. And finally, the glory of God. 5 കൂട്ടം കാര്യങ്ങൾ 10 വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. എടുക്കാം, ഓരോന്നായി എടുക്കാം. അതിന്റെ 33 1 വാക്യം. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. 1, ദി അഷ്വറൻസ് ഓഫ് ഗോഡ്. എന്താ ഇതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഗോഡ് ഈസ് വിത്ത് ദോസ് ഹു സഫർ ഫോർ ഹിസ് സേക്ക്. തൻ്റെ നാമത്തിനു വേണ്ടി കഷ്ടം അനുഭവിക്കുന്നവരോട് കൂടെ ഇന്ന് രാത്രിയിൽ അവൻ അവിടുത്തെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. ഈ രാത്രിയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഐ കൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് ദി അഷ്വറൻസ്. എന്താണ് ഇതിന്റെ അഷ്വറൻസ്? ഇറ്റ് ഈസ് എ ടോക്കൺ ഓഫ് ലവ്. സ്നേഹത്തിൻ്റെതാണ്. പ്രിയരെ, ഗോഡ് നോസ് വെയർ ഹിസ് ചിൽഡ്രൻ ആർ. തൻ്റെ മക്കൾ എവിടെയാണെന്ന് അവിടുന്ന് അറിയുന്നു. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടക്കപ്പെട്ടിരിക്കുക. പക്ഷെങ്കിൽ ഹി ഈസ് കണ്ടിന്യൂയിങ് ഹിസ് ജോബ്. എന്താണ് അത്? 2ാം പ്രാവശ്യം. എന്താണ് 1ാം പ്രാവശ്യം പറഞ്ഞത്? നിന്റെ ഇളയപ്പൻ്റെ മകന്റെ കയ്യിൽ നിന്ന് ഒരല്പം സ്ഥലം വാങ്ങണം, ആധാരമുണ്ടാക്കണം, അത് രജിസ്റ്റർ ചെയ്യണം, സൂക്ഷിക്കണം. കണ്ടോ, എന്താ ഇത് പറഞ്ഞത്? ഉറപ്പാണ്. എങ്ങോട്ട് പോകും? പ്രവാസത്തിലേക്ക് പോകും. പക്ഷേ 70 വർഷം കഴിയുമ്പോൾ മടങ്ങി വരുമെന്ന് ഈ ഭക്തന് ഒരു ഉറപ്പ് കൊടുക്കുക. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, 1ാമത്തെ ദർശനത്തിൽ ദൈവം കൊടുക്കുന്ന എന്താണെന്നറിയാമോ? ഇത് നിങ്ങൾക്കുമുള്ളതാ. കാരണം എക്കാലവും ഇതുപോലെ ഇരിക്കാൻ സ്വർഗം അനുവദിക്കത്തില്ല. നിങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട്, നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട്. ദൈവത്തിന് മഹത്വം. ഒരു പ്രത്യാശയുടെ ഒരു ഭാഗം വിളമ്പിക്കൊടുത്തിട്ടാണ് 2ാം പ്രാവശ്യം. പ്രിയപ്പെട്ടവരെ, ഓ, ഗോഡ് ഈസ് എ ലവിംഗ് ഗോഡ്. ഹി വാണ്ട്സ് ടു ഇന്റർഫിയർ ഇൻ അവർ മാറ്റേഴ്സ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഇടപെടാൻ ആഗ്രഹിക്കുക. എത്ര മനോഹരമായ സ്വർഗം, എത്ര മനോഹരമായ ശബ്ദം. പക്ഷെ ഒരു പ്രവാചകൻ എഴുന്നേൽപ്പിച്ചു. ഓ, എത്ര മനോഹരമാണ്. പ്രിയപ്പെട്ടവരെ, 1ാമത്തെ ദി അഷ്വറൻസ് എന്താന്ന് ചോദിച്ചാൽ, God is with those who suffer for his sake. തൻ്റെ നാമത്തിനു വേണ്ടി. യഹൂദന്മാർ, ഉദാഹരണമായി പറയാം, യഹൂദന്മാരെ പ്രസാദിപ്പിക്കേണ്ടതിന് പത്രോസിനെ പിടിച്ചു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. 2 കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. 2 പടയാളികൾ. തീർന്നില്ല. 2 ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടു. പക്ഷെ അതിൻ്റെ നടുവിൽ കിടന്നുറങ്ങാൻ കാരണം എന്താ? ഒരു വെളിച്ചം ആ ഭക്തന്റെ അറയ്ക്കകത്ത് കയറി വന്നു. എന്നിട്ട് പറയുകയാണ്, എന്താണ്? അവൻ പത്രോസിനെ തട്ടിയിട്ട് പറഞ്ഞു, യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഇന്ന് ഞാൻ നിന്നെ വിടുവിക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾക്കെതിരെ പല വിഷയങ്ങൾ ഇനി ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലെന്ന് പലർ തീരെഴുതിയെങ്കിലും സ്വർഗത്തിൽ ഒരു ദൈവം തമ്പുരാനുണ്ട്. പലരുടെയും പ്രതീക്ഷകളെ അസ്തമിപ്പിച്ച് എന്നെയും നിങ്ങളെയും ഉയർത്തുന്നൊരു സ്വർഗം. ഹല്ലേലൂയ, മഹത്വം. ഈ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാ. പൗലോസും ശീലാസും, they continued even though they were in the prison.
എന്താ ചെയ്തത്? പാടി സ്തുതിച്ചു. കാരണം എന്താ? they could feel the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന രോഗത്തിന്റെ നടുവിൽ നിങ്ങൾ ഇന്ന് രാത്രിയിൽ വീട്ടിനകത്താണ് ഇത് കേൾക്കുന്നവർ ഇരിക്കുന്നെങ്കിൽ, tonight God can send the word to you and he can heal you tonight. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ രാത്രിയാണ്. ദൈവത്തിന് മഹത്വം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പസ്തോലൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നത് എന്തിനാണെന്നറിയാമോ? വചനം നിമിത്തം. ഹല്ലേലൂയ. ഫോർ ദ സേക്ക് ഓഫ് ദ വേർഡ്. വചനം കൊണ്ട് തീർന്നില്ല. അപ്പോസ്തോലനെ നമുക്ക് കാണാവുന്നത്, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ കാണാവുന്നത് എവിടെയാണെന്നറിയോ? ഈ ഭക്തൻ കപ്പൽ ഛേദത്തിൽ. എന്നാൽ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ രക്ഷപ്പെടുമെന്ന് ഞങ്ങളുടെ ആശ മുഴുവനും അസ്തമിച്ചു പോയി. അപ്പോൾ ഈ ഭക്തൻ്റെ ഒരു ധൈര്യം വന്നു. പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? കപ്പലിനല്ലാതെ നിങ്ങളുടെ പ്രാണൻ്റെ മേലൊന്നും സംഭവിക്കത്തില്ല. കാരണം ഞാൻ സേവിച്ചു വരുന്ന എൻ്റെ തമ്പുരാൻ ഇന്ന് രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. യു ക്യാൻ ഫീൽ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇന്ന് രാത്രിയിൽ അത് നിങ്ങളുടെ രാത്രിയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ രാത്രിയാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ഗോഡ് നോസ് വേർ യുവർ പ്രിസൺ ഈസ്. നിങ്ങൾ ഏതിനാൽ കെട്ടപ്പെട്ടിരിക്കുന്നു? നിങ്ങൾ ഏതെങ്കിലും അവസ്ഥയിൽ പുറത്തിറങ്ങാൻ കഴിയാതെ, മറ്റാരുടെയും സഹായം സ്വീകരിക്കാൻ കഴിയാതെ, ആർ യു ഗോയിങ് ത്രൂ എ ഡിഫിക്കൽട്ട് ടൈം? God knows where you are. നിങ്ങൾ എവിടെയായിരിക്കുന്നത് എന്ന് തമ്പുരാൻ അറിയുന്നു. തീർന്നില്ല. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ കാണാതറിയാം, കർത്താവായ യേശുക്രിസ്തു നടന്ന സ്ഥലങ്ങളുണ്ടല്ലോ. സബൂലൂൻ ദേശവും നഫ്താലി ദേശവും. ഒരു കാലത്ത് യെശയ്യാവ് 9-ാം അധ്യായത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ദേശത്തിന് ഒരിക്കൽ ഹീനത വന്നതാ, പക്ഷെ പിന്നത്തേതിൽ മഹത്വപ്പെടുത്തുമെന്ന് പ്രവാചകൻ പറഞ്ഞു. പക്ഷേ കർത്താവ് ആ വഴി കവർന്നഭൂമിയിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? 5 അപ്പവും 2 മീനും ഉള്ളിടത്ത് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ചു. വെള്ളത്തെ വീഞ്ഞാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാരാന്ന് ചോദിച്ചാൽ മറ്റു ആരുമല്ല, ദ പ്രസൻസ്. ആരാന്ന് ചോദിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സ്വർഗത്തിലെ ദൈവം. ആമേൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ ആ പ്രസൻസ് ആണ് ഇന്ന് രാത്രിയിൽ നിങ്ങൾ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേർ ഈസ് യുവർ പ്രസൻസ്? നിങ്ങൾ ഇന്ന് ഏത് തടവറയ്ക്കുള്ളിലാണ്? ഈ യെരമ്യാവ് കിടക്കുന്നത് ഒരു ജയിലറയ്ക്കുള്ളില്ല. പക്ഷേ ജയിലറയ്ക്കകത്ത് ഈ ഭക്തനായ മനുഷ്യൻ കണ്ട കാഴ്ച എന്താണെന്നറിയോ? സാധാരണപ്പെട്ട ഒരു കാഴ്ചയല്ല. ഈ ഭക്തനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഞാൻ അതിനെ ചിത്രീകരിക്കുകയാണ്. എന്താണെന്നറിയോ? എ സാങ്ച്വറി വിത്ത് ഗോഡ്സ് ഓൾട്ടർ. ഒരു പ്രതീക്ഷയുമില്ല, പക്ഷെ ഒരു പീഠം കാണാം, ഒരു യാഗപീഠം കാണാം. His ears were filled with the word. വചനത്താൽ നിറച്ചു. His concentration was towards the Lord. ഒരുവെങ്കിലേക്ക് മാത്രം നോക്കി. പ്രിയപ്പെട്ടവരെ, whatever may be the outer circumstances, ഇന്ന് രാത്രിയിൽ God can change. സ്വർഗത്തിലെ ദൈവത്തിന് അത് മാറ്റാൻ സാധിക്കും. ഒത്തിരി കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് വേദഭാഗത്തിന് തെളിവുകളായിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് പോകട്ടെ. ഒന്നാമത്തേത്, God is with those who suffer for his sake. ഈ സഫറിങ്ങിനെ കുറിച്ച് ഒരുപാട് ഭാഗങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതൊന്നും ഞാൻ ഈ രാത്രിയിൽ എടുക്കുന്നില്ല. ബട്ട് ഫീൽ ദ പ്രസൻസ്. 2, നമ്മൾ ഇന്ന് വായിക്കുന്ന ഇതിൻ്റെ 3-ാമത്തെ വാക്യം, എന്നെ വിളിച്ചപേക്ഷിക്കുക. ഇൻവിറ്റേഷൻ. ഒന്നാമത്തേത് ദി അഷ്വറൻസ് ഓഫ് ഗോഡ്. 2-ാമത്തേത് an invitation. എന്താണെന്നറിയാമോ? an invitation of a prayer that appeals God. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇത് സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ സൗഖ്യത്തിന് ഒരുപാട് മെഷറുണ്ട്. സൗഖ്യത്തിന് പല മേഖലകളുണ്ട്. ക്യാരക്ടർ ഹീലിംഗ് ആവശ്യമാണ്, സോഷ്യൽ ഹീലിംഗ് ആവശ്യമാണ്, ശാരീരിക ഹീലിംഗ് ആവശ്യമാണ്. എവിടെയാണ് ഹീലിംഗ് ആവശ്യമല്ലാത്തത്? വേദപുസ്തകം ആദ്യോടന്തം ഹീലിംഗ് ഓഫ് ദ നേഷൻസ്, അതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ ഇവിടുത്തെ വിഷയം കണ്ടോ? ഇറ്റ് ഈസ് an invitation of a prayer that appeals God.
ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. തീർന്നില്ല, ഇതിനകത്തും മറ്റൊരർത്ഥവും കൂടിയുണ്ട്. എ പ്രയർ ദാറ്റ് ഫുൾഫിൽസ് ദ പ്രോമിസസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന പ്രാർത്ഥന. ചോദിക്കട്ടെ, രോഗമേ എന്നെ ഒന്ന് വിട്ടു പോകണം എന്ന് മാത്രം പ്രാർത്ഥിക്കാതെ ഇന്ന് രാത്രിയിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക. എ പ്രയർ ദാറ്റ് അപ്പീൽസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായത്തിൽ നമ്മൾക്ക് വരുമ്പോൾ കാണാവുന്നത് 15-ാമത്തെ വാക്യം. കഷ്ടകാലത്ത് എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. 34-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാമത്തെ വാക്യം, മക്കളെ എനിക്ക് ചെവി തരിക. ഓ, ഗോഡ് ഈസ് ലോങ്ങിങ് ഫോർ എ പ്രയർ ദാറ്റ് അപ്പീൽസ് ഗോഡ്. ചിന്തിച്ചിട്ടുണ്ടോ? എ പ്രയർ ദാറ്റ് അപ്പീൽസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജൽപ്പനങ്ങൾ മാറ്റ്. എ പ്രയർ ദാറ്റ് അപ്പീൽസ് ഗോഡ്. മേ ബി യു ആർ ഗോയിങ് ത്രൂ എ സിക്നെസ്. എൻ്റെ സിക്നെസ് മാറ്റാതെ, മക്കളെ നിങ്ങൾ എനിക്കൊന്ന് ചെവി തരിക. തീർന്നില്ല, യെരമ്യാവ് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ വളരെ മർമ്മപ്രധാനമായ ഒരു വാക്യം. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കൽ മടങ്ങി വരും എന്ന് ഞാൻ വിചാരിച്ചു. ഓ, ഒരു വാക്കൂടെ പറയട്ടെ. യെരമ്യാവ് 3:19 ആ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്. ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് ഞാൻ വിചാരിച്ചു. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഞാനൊരപ്പനാ. നിങ്ങളിവിടെ ഇരിക്കുന്ന മാതാപിതാക്കളുണ്ടല്ലോ, മക്കൾ തിരിഞ്ഞു പോയാൽ അപ്പ എന്ന് വന്ന് എന്നെ വിളിക്കുമെന്നൊരു വലിയൊരാഗ്രഹം. സ്തോത്രം. An invitation that appeals God. എന്താണ് ഇവിടെ വാക്യം പറഞ്ഞത്? Call unto me. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? That is a privilege. I will answer thee. ഞാൻ നിനക്ക് ഉത്തരം തരാം. That is the assurance. I will show you marvelous things. That is the encouragement. 3 കാര്യങ്ങളാ പ്രിയപ്പെട്ടവരെ. പ്രിവിലേജ്, അഷ്വറൻസ് ആൻഡ് എൻകറേജ്മെന്റ്. ഇന്ന് രാത്രിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നൊരു പ്രാർത്ഥന ഉടലെടുക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഞാൻ അതിനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. സീക്കിംഗ് ആൻഡ് ആസ്കിംഗ് ആർ ദി എക്സസൈസസ് ഓഫ് ഫെയ്ത്ത്. അത് വിശ്വാസത്തിൻ്റെ ചുവടുകളാണെന്ന് മറന്നു പോകരുത്. 33-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്. 3-ാം വാക്യത്തിൽ, നീ അറിയാത്തതും മഹത്തായതും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ദ റെവലേഷൻ. ഒന്ന്, ദ അഷ്വറൻസ് ഓഫ് ഗോഡ്. രണ്ടാമത്തേത് an invitation of God. 3, the revelation of God. എന്താ അതിനകത്ത്? 3 കാര്യങ്ങളുണ്ട്. നീ അറിയാത്തത് എന്താ? അറിയാത്തത് പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 8-ാം അധ്യായം 20-ാമത്തെ വാക്യം, കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, എന്നാൽ ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടില്ല. എന്താണ് അറിയാതെ പോയത്? രക്ഷ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയാം. എന്താണ്? ഒരു വയോധികനായ ഒരു ശിമയോനുണ്ട് വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ. പ്രായം ചെന്നൊരു വ്യക്തി കർത്താവിനെ കാണുന്നതിന് മുൻപേ മരണം ആസ്വദിക്കത്തില്ല, മരണം വരത്തില്ലെന്ന് പ്രവാചക ശബ്ദത്തിൽ കേട്ടൊരു ഭക്തൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകളിൽ വഹിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. പ്രിയപ്പെട്ടവരെ,
ഞാനിങ്ങനെ പറയുകയാ, യഥാർത്ഥ ഒരു രക്ഷിക്കപ്പെട്ട ഒരു പൈതലിൻ്റെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം കാണും. മേ ബി യു ആർ wounded. Maybe you are wounded in ministry. Maybe you are wounded at home. പല വിധത്തിലായിരിക്കും wounds. പക്ഷെ ഞാൻ പറയട്ടെ, യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തി നന്നായി കർത്താവിനെ അറിയുന്നവനാ. ദൈവത്തിന് മഹത്വം. പോവാ. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചൊരു പ്രസംഗമുണ്ട്. എന്താണെന്നറിയാമോ? എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ, അപ്പോസ്തല പ്രവൃത്തി 17:30-31 വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നു. യു ഷുഡ് നോ വാട്ട് റിയൽ സാൽവേഷൻ ഈസ്. എന്താ സാൽവേഷൻ? ഒരു സമാധാനം. ഇപ്പം അറിയത്തില്ല, മാസ്ക് വെച്ചതുകൊണ്ട് ചിരിക്കുകയാണോ കരയാണോ പല്ല് കടിക്കുകയാണോ എന്ന് കാണത്തില്ല. അതുകൊണ്ട് തന്നെയാണ് മാസ്ക് മാറ്റിയത്. ദൈവത്തിന് മഹത്വം. മേ ബി യു ആർ wounded. നിങ്ങൾ കരയുന്നുണ്ടാവാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, അറിയായ്മയുടെ കാലങ്ങളെ ക്ഷമിച്ച് എനിക്കും നിങ്ങൾക്കും, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുക. രക്ഷ. ആരാണ് ഈ രക്ഷ ഒരുക്കുന്നത്? അത് അവിടെ പറയുകയാണ്. അപ്പോസ്തലൻ പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ. ആരാണ് ഈ പുരുഷൻ? പാപത്തെ മോചിക്കുന്ന ഈ പുരുഷൻ. താൻ നിയമിച്ചത് ആരെയാണ്? സകല മനുഷ്യരാശിയെ രക്ഷിക്കുന്നവൻ. ആരാണ് താൻ നിയമിച്ചവൻ? ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുന്നവൻ. ഇത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഒരു കൂട്ടം ആളുകൾ പരിഹസിച്ചു, പിന്നീട് കേൾക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു പറ്റം ആളുകൾ വിശ്വസിച്ചു. ഞാനിങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കട്ടെ. ഒരു പക്ഷേ പരിഹസിച്ചിട്ട് പോകാം, ഒരു പക്ഷെ പിന്നെ കേൾക്കാം. ഒരു കൂട്ടർ ഇതിനകത്ത് വിശ്വസിക്കുന്നവർ കാണും. ഇത് ദൈവത്തിൻ്റെ നീതിയാ. എന്താണ് അറിയാതെ പോയത്? രക്ഷ. രണ്ടും മഹത്തായത്. എന്താ മഹത്തായത്? അത് 9-ാം വാക്യത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് ചെയ്യുന്ന സകല നന്മയെ കുറിച്ചും കേൾക്കുന്ന സകല ഭൂജാതിയുടെയും മുൻപാകെ അതെനിക്ക് ആനന്ദനാമവും പ്രശംസയും മഹത്വവും ആയിരിക്കും. സ്തോത്രം. എന്താ മഹത്വമായത്? 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആനന്ദഘോഷം, സന്തോഷധ്വനി. സൈന്യങ്ങളുടെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുന്നവരുടെ ശബ്ദം. ആലയത്തിലെ സ്തോത്രയാഗം മഹത്വപ്പെട്ടൊരു കാര്യം, അത് മടക്കിത്തരും എന്ന് തമ്പുരാൻ പറയുകയാ. എന്താ പ്രിയപ്പെട്ടവരെ, ഈ മഹത്വത്തിൻ്റെ യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:10 അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മടങ്ങും. ഇനി ആ വാക്ക് മറക്കരുത്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപാടുന്നു. സ്തോത്രം. മഹത്വകരമായ കാര്യം എന്താണെന്നറിയാമോ? ഒരു 4 പാർട്സ് പാടിയത് കൊണ്ടല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാനും നിങ്ങളും ഉയർത്തുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി വെളിപ്പെടുന്ന മഹത്വം. ഇത് സഭയ്ക്ക് കൊടുത്തിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് കൊടുക്കുന്ന ദൂത്, 7 സഭകൾക്കും ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ അതിലെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താണെന്നറിയോ ഈ മഹത്വം? ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. 3-ാമത്തെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്, ദ റെവലേഷൻ ഓഫ് ഗോഡ്. അതിനകത്ത് 3 കാര്യങ്ങളാണ്. അറിയാത്തത്, 2 മഹത്തായത്, 3 അഗോചരമായത്.
ഞാൻ അതിനെ ഒറ്റ വാക്കിൽ നിർത്തുകയാണ്. എന്താന്ന് ചോദിച്ചാൽ, യോഹന്നാൻ അപ്പസ്തോലൻ അഗോചരമായൊരു കാഴ്ച കണ്ടു. അതിന് ഞാൻ ഇങ്ങനെ പറയട്ടെ, അഗോചരമായ കാര്യത്തിന് ഇറ്റ് നീഡ്സ് ഗോഡ്സ് കൗൺസിൽ. ദൈവത്തിൻ്റെ ഒരു കൗൺസിൽ കൂടാതെ അത് മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ അരുളപ്പാടില്ലാതെ അത് മനസ്സിലാകത്തില്ല. ദൈവം വ്യാഖ്യാനിച്ചു തരാതെ അത് മനസ്സിലാകത്തില്ല. ദാറ്റ് ഈസ് ദ ഗോഡ് കൗൺസിൽ. ഇറ്റ് നീഡ്സ് ഗോഡ്സ് കൗൺസിൽ. അഗോചരമായത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ഈ കാഴ്ചയിൽ വളരെ മനോഹരമായൊരു കാര്യം ഈ മനുഷ്യൻ ചെയ്തു. അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത്. എന്താണ് യോഹന്നാൻ കാണുന്നത്? കർത്താവിൻ്റെ അഗോചരമായ കാഴ്ച. ആ മഹത്വം ദർശിച്ചപ്പോൾ ഈ മനുഷ്യൻ, അതിനു മുൻപ് ഈ ഐഹിക കാലത്തായിരുന്നപ്പോൾ ആ മാർവിടത്തിൽ ചാരി നിന്ന ഈ മനുഷ്യൻ പിന്നീട് കാണുന്നത് കർത്താവിൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിക്കുന്ന കാഴ്ചയാണ്. ദാറ്റ് ഈസ് എ ന്യൂ ആറ്റിറ്റ്യൂഡ്. ഇതൊരു പുതിയ അനുഭവമാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഓ സീ ഹിം ലിഫ്റ്റഡ് ഓൺ ദ ത്രോൺ. ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം, യേശുവിനെ ഒരു കൂട്ടുകാരൻ മാത്രമാക്കി നിർത്തിയിരിക്കുക. പക്ഷേ see him lifted on the throne. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതാണ് അഗോചരമായ കാഴ്ച. ഇത് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് നമ്മൾ തോറ്റുപോയി. ജയിക്കണമെങ്കിൽ നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കുക. See him lifted on the throne. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ. പ്രിയപ്പെട്ടവരെൻ്റെ വാക്കുകൾ ആ മൂന്നാമത്തെ കാര്യത്തിൽ നിന്ന് ഞാൻ മുൻപോട്ട് പോകുന്നു. ഒന്ന്, ദി അഷ്വറൻസ് ഓഫ് ഗോഡ്. രണ്ട്, ദ ഇൻവിറ്റേഷൻ ഓഫ് ഗോഡ്. മൂന്ന്, ദ റെവലേഷൻ ഓഫ് ഗോഡ്. നാല്, ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഈ നാലാമത്തെ കാര്യം നമ്മൾ കാണുന്നത് അഞ്ചാമത്തെ വാക്യത്തിലാണ്. എന്താണ്? അവർ കൽദയരോട് യുദ്ധം ചെയ്യുവാൻ ചെല്ലുന്നു. ഈ താഴോട്ടുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്നാൽ യുദ്ധം ചെയ്യാൻ ചെല്ലുന്നു. എന്നാൽ അത് ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും സംഹരിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവർ സകല ദോഷവും നിമിത്തം ഞാൻ എൻ്റെ മുഖത്തെ ഈ നഗരത്തിന് മറച്ചിരിക്കുന്നു. എന്നാൽ അടുത്തതാണ് ആറാം വാക്യം, നമ്മുടെ കുറിവാക്യം. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും. ഇത് രണ്ടുകൂടെ ചേർത്ത് വായിച്ചാൽ, ലുക്ക് അറ്റ് ദ ഗവേണൻസ് ആൻഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, പാപത്തെ സ്വർഗത്തിലെ ദൈവം വെറുതെ വിടുന്നില്ല. ഇറ്റ് ഹാസ് ടു ബി പണിഷ്ഡ്. അത് തകർത്തേ മതിയാകത്തുള്ളൂ. ആ പാപത്തിന്റെ മുഖം തകർത്തേ മതിയാകത്തുള്ളൂ. അത് അനേക ഹനനയാഗങ്ങളിൽ ദൈവം പ്രസാദിച്ചില്ല. ദൈവം പ്രസാദിച്ചത് ഒരൊറ്റയാഗത്തില. ഇവിടെ വായിക്കുന്നുണ്ട്, കൽദയർ, ലുക്ക് അറ്റ് ദ മെസഞ്ചർ ഓഫ് ദ ജഡ്ജ്മെന്റ്. എല്ലാവരെയും ശവങ്ങൾ കൊണ്ട് നിറയും. ദ മിസറി ഓഫ് ജഡ്ജ്മെന്റ്. ഇതിന്റെ അഗാധമായ കാര്യം, ഇത് സഹിക്കാൻ പറ്റത്തില്ല. ദ സ്ട്രോക്ക് ഓഫ് ദ ജഡ്ജ്മെന്റ് ആൻഡ് ദ സർട്ടനിറ്റി ഓഫ് ജഡ്ജ്മെന്റ്. പ്രിയപ്പെട്ടവരെ, ന്യായവിധി വെറുതെയുള്ളൊരു കാര്യമല്ല. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇതിനെ ഡീൽ ചെയ്യണം. ആര് ഡീൽ ചെയ്യും? ഒരേ ഒരുവൻ മാത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അത് നന്നായി വർണ്ണിക്കുന്നുണ്ട്. 53, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും. ഇത് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് നമുക്ക് വലിയൊരു കാര്യം ചെയ്തു. പാപത്തെ തൻ്റെ പുത്രൻ്റെ മേലാക്കി വെച്ചിട്ട്, പാപത്തെ തൻ്റെ പുത്രൻ്റെ മേൽ കൊടുത്തിട്ട് എന്നെയും നിങ്ങളെയും ഓർത്തത് ആ വലിയ സ്നേഹമാണെന്ന് മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു കാഴ്ചയാ വീണ്ടും കാണുന്നു. ഇതാ ഞാൻ രോഗശാന്തി വരുത്തുകയാ, സമാധാനം വരുത്തുകയാ. Restoration of the land, restoration to the Lord, and restoration to a place of honor.
ഇതുവരെ നഷ്ടപ്പെട്ടു പോയ ഒരു പുതിയൊരു സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. എവിടെയാണോ ബന്ധം നഷ്ടപ്പെട്ടു പോയത് ആ ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. എത്ര മനോഹരമായൊരു കാഴ്ച! ഒരു വശത്ത് ശവങ്ങൾ കൊണ്ട് നിറയുക. ഞാനും നിങ്ങളും ഭയന്നുപോയത്, കഴിഞ്ഞ വർഷം മാർച്ച് മാസം തൊട്ട് ഭയന്നുപോയൊരു വലിയ ഭയമില്ലേ, ശവങ്ങൾ കൊണ്ട് നിറയും. പക്ഷേ ഈ ഒരു പുതിയ വർഷത്തിൽ ഇന്ന് രാത്രിയിൽ എനിക്ക് ധൈര്യത്തോടെ പറയാം, ഇന്ന് രാത്രിയിൽ ഇത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ സ്വർഗം പരിഹരിച്ച്, ഓ ടുനൈറ്റ് എ ഗ്രേറ്റ് ബ്ലെസ്സിങ് ഈസ് pouring upon you. ഒരു പുതിയതൊന്ന് തരാൻ ആഗ്രഹിക്കുക, ഒരു പുതിയൊരു കൽപ്പന തരാൻ ആഗ്രഹിക്കുക, ഒരു പുതിയ വിടുതൽ തരാൻ ആഗ്രഹിക്കുക, ഒരു പുതിയ വഴി തുറന്നു തരാൻ ആഗ്രഹിക്കുക. പാപത്തെ തൻ്റെ പുത്രന്റെ മേൽ തകർത്തിട്ട് പിതാവിന് പ്രസാദം തോന്നിയ ഏകയാഗം, അനനയാഗത്തിലൊന്നും അപ്പൻ പ്രസാദിച്ചില്ല. പക്ഷെ നീ എനിക്കായി ഒരു ശരീരം ഒരുക്കി. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ മഹത്വത്തെ ഒരിക്കലും മറന്നു പോകരുത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 12-ാമത്തെ വാക്യം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങിയിരിക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 26-ാമത്തെ വാക്യം, സത്യത്തിന്റെ പരിജ്ഞാനം അത് ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, അത് താഴോട്ട് വായിക്കുമ്പോൾ, പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗം ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ തകർപ്പാൻ ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഒരു വശത്ത് ക്രോധം, ഒരു വശത്ത് ദൈവം തൻ്റെ മുഖത്തെ മറയ്ക്കുമ്പോൾ, മറുവശത്ത് തൻ്റെ പുത്രനിലൂടെ എനിക്കും നിങ്ങൾക്കും രോഗസൗഖ്യം വരുത്തുന്ന, ഓ ലുക്ക് അറ്റ് ദ ഗവേണൻസ് ആൻഡ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഞാനതിനിങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കുക. 4-ാമത്തേത് എന്താണെന്നറിയോ? അത് എനിക്ക് കഴിഞ്ഞ രാത്രിയിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വളരെ ശ്രേഷ്ഠകരമായി ഞാൻ ദൈവത്തെ സ്തുതിച്ചു. എന്താ ന്യായവിധി? ഇറ്റ് ഈസ് പ്രഡിക്റ്റഡ് ഫോർ എ സിന്നർ ബട്ട് എൻഡ്യൂർഡ് ബൈ അവർ സേവിയർ, എസ്കേപ്ഡ് ബൈ എ ബിലീവർ and abideth on the unbeliever. സ്തോത്രം! ഇന്ന് രാത്രിയിൽ ഒരു പാപിയോട് ന്യായവിധി പ്രഡിക്റ്റഡാ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിലേക്ക് അത് ഏറ്റെടുത്തത് കൊണ്ട് ഈ എൻഡ്യൂർഡ്, അത് സഹിച്ചു. അത് വിശ്വസിക്കുന്നവൻ അതിൽ നിന്ന് ഒഴിവ് കഴിവുണ്ട്. എന്നാൽ വിശ്വസിക്കാവുന്നവൻ്റെ മേൽ ക്രോധാഗ്നി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, 4 കൂട്ടം കാര്യങ്ങൾ. 5-ാമത്തേത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്താണ് ദൈവശബ്ദം? ഈ 5 കൂട്ടം കാര്യങ്ങളിൽ ഫൈനലി ദ ഗ്ലോറി ഓഫ് ഗോഡ്. അത് 9-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയെക്കുറിച്ച് കേൾക്കുന്ന സകല ഭൂജാതികളും മുൻപാകെ അതെനിക്ക് ആനന്ദവും പ്രശംസയും മഹത്വവുമായിരിക്കും. ഞാൻ അതിന് വരുത്തുന്ന എല്ലാ നന്മയും നിമിത്തം, സർവസമാധാനം നിമിത്തം അവര് പേടിച്ച് വിറയ്ക്കും. ദ ഗ്ലോറി ഓഫ് ഗോഡ്. 5-ാമത്തേത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്താണ് ഈ ഗ്ലോറി? ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതാ. ആ 33-ന്റെ 8-9 വാക്യം വളരെ രസകരമായൊരു വാക്യമാണ്. അതിൻ്റെ 8-9, അവർ എന്നോട് പിഴച്ചതായ സകല അകൃത്യത്തെയും ഞാൻ നീക്കി അവരെ ശുദ്ധീകരിക്കുകയും അവർ പാപം ചെയ്ത് എന്നോട് ദ്രോഹിച്ചതായ സകല അകൃത്യത്തെയും മോചിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ചെയ്യുന്ന എല്ലാ നന്മയും. നോക്കിക്കേ, അതിൻ്റെ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഗോഡ്, ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ പ്രവർത്തനമാണ്. ഐ വിൽ ക്ലെൻസ്. തീർന്നില്ല. ഐ വിൽ ക്ലെൻസ് ദ ഇനിക്വിറ്റീസ്. മോറൽ സ്റ്റാറ്റസ്, മോറൽ സ്റ്റേച്ചർ. I will pardon the forgiveness of the sin and all shall fear. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തും. ദി അപ്രിസിയേഷൻ ഓഫ് ദ ഡിവൈൻ ഗുഡ്നസ്. ഇന്ന് രാത്രിയിൽ എന്താ ദൈവത്തിൻ്റെ മഹത്വം?
ഈ ദൈവത്തിൻ്റെ മഹത്വം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ മഹത്വം? ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരട്ടെ. ഈ മഹത്വം ഞാനും നിങ്ങളും ദൈവത്തിന് കൊടുക്കേണ്ടിയത് ബിക്കോസ് ഓഫ് ഹൂ ഗോഡ് ഈസ്. യഹോവ എന്ന നാമമുള്ളവൻ. Because of what God has done through Jesus Christ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കപ്പെട്ടത്. Because of what the Holy Spirit does. പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ പോവുകയാണ്. 5 കൂട്ടം കാര്യങ്ങളാണ് രോഗസൗഖ്യത്തിൽ നടക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ്. ഒന്ന്, ദി അഷ്വറൻസ് ഓഫ് ഗാഡ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്കൊരു കാര്യം കയറി വരികയാണ്. 2 സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഒന്ന്, എനിക്കറിയാവുന്ന ഒരു ടീച്ചറുണ്ട്, നെടുങ്ങാടപ്പള്ളിയിൽ താമസിക്കുന്നു. ആ ടീച്ചറിന് ക്യാൻസറാണ്. ആ ടീച്ചറിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. ആ ടീച്ചറിൻ്റെ സഹോദരിക്ക് അടുത്ത സമയത്ത് ക്യാൻസർ ഡയഗ്നോസിസ് ചെയ്തു. വളരെ വേദനിച്ച് ഈ ടീച്ചർ വളരെ പ്രയാസത്തിന് നടുവിൽ കണ്ണുനീരോടിരിക്കുമ്പോൾ ഒരു വാക്യം തൻ്റെ മകൾക്ക് ദൈവം കൊടുത്തു. എത്ര മനോഹരമായൊരു വാക്യമെന്നറിയോ? 97-ാം സങ്കീർത്തനത്തിലെ 3-ാമത്തെ വാക്യം. ഇങ്ങനെയാണ് ആ വാക്യം: തീ അവർക്ക് മുൻപായി കടന്നു ചെല്ലും, ചുറ്റുമുള്ള വൈരികളെ അവിടുന്ന് ദഹിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുക മാത്രം വിശ്വസിച്ചു, സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതിന് പറയുന്ന പേരാണ് റേഡിയേഷൻ. മെഡിക്കൽ ഡോക്ടർമാർ കൊടുക്കുന്ന റേഡിയേഷൻ മറ്റുള്ള സെല്ലുകളെ കരിപ്പിക്കുമ്പോൾ സ്വർഗം തരുന്ന റേഡിയേഷൻ എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കുന്ന റേഡിയേഷനാണ്. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദാറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഈ 5 കൂട്ടം കാര്യങ്ങൾ, ഒരു ഹീലിംഗിൽ നടക്കേണ്ട 5 കൂട്ടം കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് എത്ര മഹത്വകരമായി സ്വർഗം വെളിപ്പെടുത്തുമ്പോൾ, ദി അഷ്വറൻസ് ഓഫ് ഗാഡ്, ദി ഇൻവിറ്റേഷൻ ഓഫ് എ പ്രയർ, the revelation of God, the grace of God and the glory of God. ഈ ഭാഗങ്ങളെല്ലാം ഞാൻ വായിച്ച് അവസാനം ഈ പ്രസംഗത്തിന് വേണ്ടി ഞാൻ എൻ്റെ തമ്പുരാൻ്റെ മുമ്പാകെ മുട്ടുമടക്കി കുറേയേറെ ദിവസങ്ങൾ കണ്ണുനീരോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഈ ഭാഗം ഞാൻ നിർത്തുന്നതിന് മുൻപ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ശമരിയക്കാരൻ്റെ കഥ. ആ ഭാഗം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോവുകയാണ്. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ചു. എങ്ങനെ വിട്ടെന്നറിയോ? അർത്ഥപ്രാണനായി, ഹാഫ് ഡെഡ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: എലൈവ് ഫിസിക്കലി ബട്ട് ഡെഡ് സ്പിരിച്വലി. അറിയാം. പക്ഷെ ഒരു ശമരിയക്കാരൻ അവനെ കണ്ടിട്ട് എന്ത് ചെയ്തെന്നറിയോ? മനസ്സലിഞ്ഞു. അടുത്ത് എന്നിട്ട് അല്പം എണ്ണ, അല്പം വീഞ്ഞ് അത് പകർന്നിട്ട് ആ മുറിവുകളെ കെട്ടി. എന്നിട്ടൊരു കാര്യം ചെയ്തു, വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് വഴിയമ്പലക്കാരൻ്റെ കയ്യിൽ പിറ്റേ ദിവസം പണം കൊടുത്തിട്ടൊരു വാക്ക് പറഞ്ഞു: അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ അത് തന്നുകൊള്ളാം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തുടങ്ങിയത് എവിടെയാ? മുറിവുകൾ കെട്ടി ഉണക്കിയിട്ടില്ല, പഴുത്തിരിക്കുക, മരുന്നില്ല. എന്നാൽ ഇവിടെ കണ്ടോ, ഈ നല്ല ശമരിയക്കാരൻ ഒരു പറ്റം ആളുകളെ
വഴിയമ്പലത്തിൽ കൊണ്ടു കൊടുത്തു. ഏതായി വഴിയമ്പലം? സഭയ്ക്ക് കൊടുത്തു. സഭയ്ക്ക് കൊടുത്തു. എന്നിട്ട് പറയുകയാ, അധികം ചെലവിട്ടാൽ, ആമേൻ, അധികം ചെലവിട്ടാൽ, ഞാനും നിങ്ങളും അധികം ചെലവിട്ടാൽ നഷ്ടപ്പെടണ്ടല്ല, നഷ്ടപ്പെടത്തില്ല. അവിടുന്ന് മടങ്ങി വരും, എന്നെയും നിങ്ങളെയും ചേർക്കും. ഒന്നിനും അവിടുന്ന് മുടക്കം വരുത്തത്തില്ല. തക്കതായ പ്രതിഫലം അവൻ്റെ കൈക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. മേ ബി നമ്മൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ എത്രമാത്രം ഭയാനകരമായിരിക്കാം. കെട്ടപ്പെട്ടു വീടിനകത്ത് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കാം. പ്രവാചകനിലൂടെ രോഗസൗഖ്യത്തിലേക്ക് എത്തിക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. 1, ദി അഷ്വറൻസ് ഓഫ് ഗോഡ്. 2, ദ ഇൻവിറ്റേഷൻ ഓഫ് ഗോഡ്. 3, ദ റെവലേഷൻ ഓഫ് ഗോഡ്. 4, പറയാമോ ആർക്കെങ്കിലും? പറയാമോ ആർക്കെങ്കിലും? പറയാമോ ആർക്കെങ്കിലും? ഹല്ലേലൂയ. അവസാനത്തേത്, ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഒരനുഭവം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരിടത്ത് ഒരു ശുശ്രൂഷയ്ക്കായി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട ഒരു കാഴ്ച കൺവെൻഷനാണ്. എവിടെയാണ്, ഏത് സ്ഥലമാണെന്നോ പേരൊന്നും എനിക്ക് പറയാൻ എനിക്ക് പ്രയാസമാണ്. പക്ഷേ ഒരു കാര്യം നടന്നു. കൺവെൻഷൻ മുമ്പിലാകെ ഇരിക്കുന്നത് 7 പേര്. വലിയ കാര്യത്തിൽ ചെന്നതാ, വലിയ പ്രാർത്ഥനയോടുകൂടെ ചെന്നതാ. എനിക്ക് വലിയ പ്രയാസം തോന്നി. പിറ്റേ ദിവസം 10 പേര്. എനിക്ക് വീണ്ടും പ്രയാസം. ഞാൻ അവിടുത്തെ ശുശ്രൂഷകനോട് ചോദിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് പറഞ്ഞു, ദൈവം കൂട്ടിച്ചേർക്കും, ദൈവം വരുത്തുമെന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ആ ദേവാലയത്തിനകത്ത് കിടന്നുറങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വലിയ കാര്യമാണെന്ന് എൻ്റെ പുകഴ്ചയായിട്ട് നിങ്ങൾ ഒരിക്കലും അതിനെ എടുക്കരുത്. വളരെ ഹമ്പിളായി പറയുകയാണ്. 3-ാമത്തെ രാത്രിയിൽ ദൈവവചനം സംസാരിച്ചു, ദൈവവചനം ശുശ്രൂഷിച്ചു. ഒരു വ്യക്തി എഴുന്നേറ്റു. പിന്നീടാണ് എനിക്ക് അവിടുത്തെ സംഭവങ്ങൾ മുഴുവനും അറിയുന്നത്. ആ സ്ഥലത്ത് ഇന്നേ വരെ മര്യാദയ്ക്ക് ഒരു വിവാഹം നടന്നിട്ടില്ല. കാരണം ഒളിച്ചോട്ടം, കാരണം മറ്റൊരാളുകൂടെ പോവുക, കാരണം ഇങ്ങനെ 100 കാര്യം. ഒരു പെൺകുട്ടി എഴുന്നേറ്റു. എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയോടൊന്ന് സംസാരിക്കാമോ? ഞാൻ പറഞ്ഞു, വാ നമുക്ക് സംസാരിക്കാം. കുറേയേറെ നേരം സംസാരിച്ചു. ആ പെൺകുട്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീട് നടന്ന അത്ഭുതം ഞാൻ അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷം അവിടെ ചെന്നപ്പോൾ കാണുന്നത്, അന്ന് മാത്രം ഒരൊറ്റ ദിവസത്തെ കൺവെൻഷനിൽ വന്നത് 500 പേര്. ഇതാര് ചെയ്തു? ഒരൊറ്റ വ്യക്തി നിമിത്തം ദ ലാൻഡ് വാസ് ഹീൽഡ്. ഒരൊറ്റ വ്യക്തി നിമിത്തം അവളുടെ ജീവിതം ധന്യമാക്കി സ്വർഗത്തിലെ ദൈവം തീർത്തു. പിന്നീട് 500 പേരെ കാണാൻ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് സ്വർഗം അനുവാദം തന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു. യെസ്, ഒരു കൃഷിക്കാരന് കാർഷിക സമരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു കൃഷിയുടെ സകല ഫലവും കഴിഞ്ഞു. എന്നാൽ ഞാൻ നിങ്ങളും രക്ഷിക്കപ്പെട്ടില്ല. ഒരുപാട് വചനം ശുശ്രൂഷിച്ചു. പ്രഗൽഭർ ഇവിടെ നിന്ന് ദൈവവചനം വളരെ വാരി വിതറി. പക്ഷെ ഞാനും നിങ്ങളും സമയം വെറുതെ പാഴാക്കി കളഞ്ഞു. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാ ദിവസം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഞങ്ങളെ വിടുവിച്ച അവിടുത്തെ വലിയ സ്നേഹത്തോടെ ഞങ്ങൾ ഇന്ന് സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയാണ്. കൃപയുടെ തണലിൽ
അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചതോർത്ത് സ്തോത്രം. അനേക വ്യക്തികളെ സ്വർഗം ഇന്ന് രാത്രിയിൽ വചനം അയച്ചു വിടുവിക്കുന്നതിനായി നന്ദി. ചുറ്റുമുള്ള വൈരികളെ തകർക്കുന്ന അവിടുത്തെ വചനത്തിന്റെ ശക്തി ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രിയിൽ സ്വർഗം തൊടുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ. കാണാത്ത ചില കാര്യങ്ങൾ, ഇന്ന് അഗോചരമായ കാര്യങ്ങൾ ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അപ്പാ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. ഹീൽ അവർ ഡയസിസ്, ഹീൽ അവർ ചർച്ച്. ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി. ഐ ഹാവ് ഗോൺ റോങ്. ഞാൻ തെറ്റിപ്പോയി അപ്പാ. തിരുഹിതമെങ്കിൽ അടുത്ത വർഷം ഒരു കവിയുന്നൊരളവ് ഇവിടെ സ്വർഗം തരണമേന്ന് ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങൾക്കൊരു ബഹുദൂരമുണ്ട്, യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. മെനി ആർ വൂണ്ടഡ്, മെനി മിനിസ്റ്റേഴ്സ് ആർ വൂണ്ടഡ്. പക്ഷേ അപ്പാ, ഇത് സഭയുടെ ദൗത്യമായി ഇന്ന് രാത്രികാലം ഏറ്റെടുത്ത് ഈ രക്ഷയുടെ സന്ദേശം അറിയിക്കുവാൻ, കൊയ്ത്തും ഫലശേഖരവും കഴിഞ്ഞു, രക്ഷയുടെ സന്ദേശം ഇനിയും അറിയിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഞങ്ങളുടെ ബിഷപ്പന്മാർക്കായി, അച്ഛന്മാർക്കായി, ശുശ്രൂഷകർക്കായി, സിസ്റ്റേഴ്സിനായി, സഭാവിശ്വാസികൾക്കായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി, സകല ജില്ലയിലെ എല്ലാ വൈദിക ജില്ലയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ അറിയാതെ തന്നെ അനേകം മേഖലകളെ സ്വർഗം സന്ദർശിച്ചതിനായി നന്ദി പറയുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദയുണ്ടായി കേൾക്കുമാറാകണമേ. ദൈവമായ കർത്താവിൻ്റെ കൃപയും കാവലും അനുഗ്രഹവും ഈ മഹായുടെ യോഗത്തിൽ കേൾക്കുവാനും ഇന്ന് പങ്കെടുത്ത മക്കളുടെ മേലും ഇപ്പോൾ എന്നേക്കും ദൈവത്തിൻ്റെ കൃപയിരിക്കുമാറാകട്ടെ.